ഹായ് ഹലോ. 2 ദിവസമായിട്ടോ പുൽക്കൂടിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പം ഇപ്രാവശ്യം പുൽക്കൂട് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എങ്കിൽ എന്തോ അറിയില്ല, പെട്ടെന്ന് ഒരു മുളേൻ്റെ കഷ്ണം കണ്ടപ്പോൾ പെട്ടെന്ന് അതിനൊന്ന് ഉണ്ടാക്കി കൊടുക്കുക, എന്താ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. കാരണം എന്ന് വെച്ചാൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിരുന്നു. എന്നും ഇപ്പം പ്രാക്ടീസ് ഉണ്ടാവലുണ്ട്. അപ്പം പിന്നെ ഉണ്ടാക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഏതായാലും പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വെറുതെ പുറത്തേക്ക് നോക്കിയ സമയത്തുണ്ട് ഒരു മുളേൻ്റെ വലിയ കഷ്ണം. അങ്ങനെ ആ മുളയൊക്കെ എടുത്ത് ഞാൻ കഷ്ണമാക്കി നല്ല ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആയി കൂട്ടിലൊക്കെ കയറി കളിക്കുകയാണ്, യേശുവാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഓൻ്റെ ഓരോ തമാശ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. കുറേ ആയല്ലോ ലോങ് വീഡിയോ ചെയ്തിട്ട്. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അതിനോട് ഭയങ്കര മടിയാണ് ലോങ് വീഡിയോ. അപ്പോൾ ഏതായാലും അരങ്ങേറ്റം കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ കുറച്ച് ചെറിയ കൂടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഡെക്കറേഷനിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞാനും കുട്ടനും കൂടി പോയത്. അന്നും പ്രാക്ടീസ് ഉണ്ടായിരുന്നു രാവിലെ. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് മോന് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷമാണ് മുക്കത്തോക്കി പോയത്. അപ്പോഴേക്ക് കുട്ടൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിയിട്ടായിരുന്നു. അങ്ങനെ ഒക്കെ മസാലയൊക്കെ ആക്കി നല്ലോണം സെറ്റാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം സാധനമൊക്കെ വാങ്ങി വന്ന് ഞങ്ങൾ പുൽക്കൂടിൻ്റെ പണിയിലേക്ക് കിടന്നു കേട്ടോ. ആദ്യം നല്ല ഉറക്കമൊക്കെ ഇറങ്ങി എണീറ്റ് ഡെക്കറേഷനിലെ പരിപാടിയിലേക്ക് ഓരോ സാധനം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കച്ചറ കാട്ടി നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പുൽക്കൂടിൻ്റെ പണിയൊക്കെ തുടങ്ങിയ സമയത്ത് കുട്ടനും അച്ഛനും ദീപേച്ചും സോനും ഉണ്ടറും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ LED ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. LED ലൈറ്റ് കാണുമ്പോൾ തന്നെ അവൻ പറയാം, അച്ഛാ അത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വാങ്ങി കൊടുക്കാന്നൊക്കെ. പിന്നെ എന്തായാലും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഏതായാലും ഉണ്ടാക്കിയ സ്ഥിതിക്ക് LED ഒക്കെ വെക്കാൻ വിചാരിച്ചു. പിന്നെ ഉമ്മേശിനും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നന്നാവുമെന്ന്. ഏകദേശമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിലും കാട്ടിലും നന്നായിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയേശുവിനും ആൾരൂപങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ആയി പറയണം, അച്ഛമ്മേൻ്റെ കോയിമക്കൾ ഇതാ കൂട്ടിനകത്ത് നിന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ കളിച്ച് ചിരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് അലമ്പാക്കുന്നു, കാരണം കൂടൊക്കെ വലിച്ചെറിയുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, സാധനങ്ങൾ എടുത്ത് എറിയുമെന്നൊക്കെ. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഒക്കെ കണ്ട് ഞാൻ നല്ല എൻജോയ് ചെയ്യേണ്ടിയിരുന്നു കേട്ടോ. ആയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം വെച്ചാൽ എറിഞ്ഞാൽ പൊട്ടായിരുന്നല്ലോ, അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോയി. കണലുണ്ടാക്കുക, തീയൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്നത് എന്താ സംഭവം എന്നൊക്കെ നോക്കിക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടന് മട്ടൻ മസാലയും അമ്മ ചിക്കൻ മസാലയായിരുന്നു. മട്ടൻ എന്തോ അപാകതകൾ സംഭവിച്ചു, ഭയങ്കര ഹാർഡായിപ്പോയി. വെന്ത് വന്ന സമയത്ത് എന്താണെന്നറിയില്ല, കനൽ കുറഞ്ഞ ചൂടിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ മസാലേൻ്റെ കുഴപ്പമാണോ എന്തോന്നറിയില്ല. ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ വർത്താനൊക്കെ അങ്ങോട്ട് പോയി തീ പാറും. പിന്നെ അതിൻ്റെ ഭാഗം പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മട്ടൻ വന്നിട്ട് ഏട്ടൻ്റെ മസാലയും ചിക്കനായിരുന്നു അമ്മേൻ്റെ മസാലയും. പിന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കി കുറേ നേരം അങ്ങനെ തീയും കാഞ്ഞ് അങ്ങനെ ഇരുന്ന്. പിന്നെ അയുണ്ട് ചെമ്പിനകത്തൊക്കെ കയറിയിരിക്കുന്നു. ഓനെ പിടിച്ച് എങ്ങനെയൊക്കെയോ കസാരയിലൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, അടങ്ങിയിരിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഇതൊക്കെ വെന്ത് ഒരു പീസ് എങ്ങനെ നല്ലോണം വെന്ത സമയത്ത് ഒരു പീസ് ആയതിനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോ നല്ലോണം കഴിച്ച് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറേ നേരം അത് കഴിച്ചു. എരുണ്ടെങ്കിലും അവനൊക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നു കേട്ടോ. എരു അങ്ങനെ കൂട്ടാത്തതാണ്. പിന്നെ ഓരോ ഭാഗം വെന്ത് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. കഴിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ച് ഏട്ടനൊരു പാത്രമൊക്കെ എടുത്തിട്ട് മയോണൈസും തൈരും ടൊമാറ്റോ കെച്ചപ്പും എല്ലാം എടുത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ അത് കണ്ടപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, ശാർത്തത്തിന് പോയതായിരുന്നു. വീടിൻ്റെ അടുത്തൊരു ശാർത്തം ഉണ്ടായിരുന്നു, അവിടേക്ക് പോയതായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞേരെ ഫുഡ് കഴിക്കാൻ നേരത്തേക്കാണ് അച്ഛൻ വന്നത്. പിന്നെ അച്ഛൻ വന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിരുന്ന് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ പിന്നെ
കുറേ നേരം അങ്ങനെ തന്നെ അവിടെ ഇരുന്നു കേട്ടോ, ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ. അങ്ങനെ ഓരോരോ വർത്തനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഓരോ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ